പെരിയവന്മാരുടെ നേതൃത്വത്തിൽ ധർമ്മശാസ്ത്രാധിപ ചൈതന്യ ഘോഷയാത്ര കടന്നിരിക്കുക. ഈ ഘോഷയാത്രയെ പിന്നിട്ട വഴിത്താരകളിൽ നൂറുകണക്കിന് 10 ജനങ്ങൾ നൽകിയ ഭക്തിസിദ്ധമായ അമ്പലപ്പുഴ യോഗം വേക്കസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ വഴിത്താരകളിലൂടെ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ ഈ വഴിത്താരയുടെ വശത്തുമുള്ള ഭക്തജനങ്ങൾ നിലവറയും നിലവിളക്കും വെച്ച് പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് ഭക്തിനിർഭരമായിട്ടുള്ള പ്രധാനുഷ്ഠാന ചടങ്ങിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 51 ദിവസം അന്നദാനവും 3 നേരവും അന്നദാനവും നടത്തി ആണ് നമ്മൾ ഈ ശബരിമല യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് ഈ രഥഘോഷയാത്ര അമ്പലപ്പുഴ പ്രാന്തപ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ സന്ദർശിച്ച് വൈകുന്നേരം 9 മണിയോടുകൂടി രാത്രി 9 മണിയോടുകൂടി തകഴി ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്യും. നാളെ തകഴിയിൽ നിന്ന് പുറപ്പെട്ട് ആനപ്പുറം ചക്കുളത്തുകാവ് കാവുംഭാഗം തിരുവല്ലഭ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് രാത്രി 9 മണിയോടുകൂടി കവിയൂർ ക്ഷേത്രത്തിൽ എത്തിക്കാൻ ചെയ്യും. മറ്റന്നാൾ അവിടെ നിന്ന് കവിയൂരിൽ നിന്ന് പുറപ്പെട്ട് മല്ലപ്പള്ളി, കോട്ടാങ്കൽ, വായ്പൂര്, കീഴ്വായ്പൂര് തുടങ്ങിയ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ അവിടെ നിന്ന് മണിമല ക്ഷേത്രത്തിലെത്തി ക്യാമ്പ് ചെയ്യും. അടുത്ത ദിവസമാണ് പ്രസിദ്ധമായ നമ്മുടെ മണിമലയിലെ ആഴിപൂജ ചടങ്ങുകൾ എല്ലാം വളരെ വിപുലമായ രീതിയിൽ ഈ വർഷവും കേരളങ്ങളെ പോലെ തന്നെ ഭംഗിയായി നടത്തുന്നതിന് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾ എല്ലാം ഇതിനകമഴിഞ്ഞ പ്രകടനമാണ് അവിടെ അതുകൊണ്ട് മണിമല പൊതുവാവലി ഈ സംഘത്തെ താലപ്പൊലിയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആഴിപൂജ കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ എരുമേലിയിലോട്ട് യാത്ര തിരിക്കും. എരുമേലിയിൽ എത്തുന്ന ഞങ്ങളെ വാവരുപള്ളിയിൽ പ്രത്യേകം സ്വീകരിച്ച് അവിടെ നിന്ന് വലിയ അമ്പലത്തിന് എത്തി അവിടെ ഞങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള രീതിയിൽ ക്യാമ്പ് ചെയ്യും. അടുത്ത ദിവസമാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അമ്പലപ്പുഴക്കാരുടെ എരുമേൽ പേട്ടതുള്ളൽ മെനുമാസം 27-ാം തീയതി ജനുവരി 11-ാം തീയതി ആണ് നടക്കുന്നത്. അത് രാവിലെ 8 മണിക്കോടുകൂടി പടക്ക വയ്ക്കൽ ചടങ്ങ് ആരംഭിക്കും. 8 മണിക്ക് പടക്ക വയ്ക്കൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ വേട്ടപ്പണം സ്വീകരിച്ച് എരുമേലിൻ്റെ വേട്ടപ്പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ കോട്ടപ്പടി അമ്പലത്തിലെത്തി വേട്ടോടുള്ള ഒരുക്കങ്ങളാവും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കൃഷ്ണ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൃഷ്ണപ്പരുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നതോടുകൂടി വേട്ടോടുകൾ ആരംഭിക്കും. ഇവിടെ നിന്ന് വാവരുപള്ളിയിലെത്തി വാവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വാവരുപള്ളിയിൽ ഈ എത്തിച്ചേരുന്ന എല്ലാ അംഗങ്ങളെയും ചന്ദനവും പഞ്ഞീരും കളിച്ച് അവിടെ സ്വീകരിക്കും.